ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു വീഡിയോ ഉണ്ട്. ഞാൻ മുന്നേ ഇട്ടൊരു വീഡിയോ ഉണ്ട്, കണ്ടിന്യൂഷൻ വീഡിയോ ആണ് ഇത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഈ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കുറേ എന്നെപ്പറ്റി അറിയണമെന്ന് പറഞ്ഞ് നിങ്ങൾ ചോദിച്ച കുറേ കമൻസിനുള്ളത് റിപ്ലൈ ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഭയങ്കര ലെങ്തി ആക്കിയിട്ട് നിങ്ങൾക്ക് ബോറടിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ കുറച്ചാക്കിയിട്ടത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ക്വസ്റ്റിനും കൂടെ ഒരുമിച്ച് ആൻസർ തന്നൂടെയെന്ന്. അപ്പോൾ ഞാൻ നിങ്ങൾക്കത് ബോറടിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ കുറച്ചായിട്ട് ഇടാന്ന് വെച്ചത്. അപ്പോൾ ഇന്ന് നിങ്ങൾ ചോദിച്ചിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ NGL എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതിനകത്ത് നമുക്കിങ്ങനെ അനോണിമസ് ആയിട്ടുള്ള മെസ്സേജൊക്കെ അയക്കാം. അപ്പോൾ അത് ആരാ അയച്ചെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സംഭവം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെയും കൂടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ഭയങ്കര ലെങ്തി ആക്കുന്നില്ല. അത്യാവശ്യം നിങ്ങൾ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസിന് മാത്രം റിപ്ലൈ തരിക. പിന്നെ ഇതിൻ്റെ ബാക്കിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാനുള്ള നിങ്ങൾ കമൻറ്റ് ബോക്സിലൊക്കെ ചോദിച്ചോളൂ. ഞാൻ അതിനുള്ള ആൻസറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഓരോ വീക്കിലോ അല്ലെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര മടിയാണ് ഈ ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ. എടുക്കുന്നതിനകത്ത് എനിക്ക് കുഴപ്പമില്ല, വീഡിയോ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വളവളം എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി. പക്ഷേ എടുക്കുന്നതിന് എനിക്ക് പ്രശ്നമില്ല. പക്ഷേ എഡിറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര മടി. ഇത് എഡിറ്റ് ചെയ്യാൻ കുറേ നേരം എടുക്കും, ലോങ് വീഡിയോ ആയതുകൊണ്ട് ഭയങ്കര ചൂട്. ഞാൻ ഫാൻ ഇട്ടിട്ടില്ല, കാരണം ഫാൻ ഇടുമ്പോഴത്തേനും അതിൻ്റെ സൗണ്ട് ഇതിൽ വരുമ്പോഴത്തേനും ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്, കേൾക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഫാൻ ഇട്ടിട്ടില്ല. പക്ഷേ ഭയങ്കര ചൂട്. കുഴപ്പമില്ല, നമ്മൾ ജനലൊക്കെ തുറന്നിട്ട് ജനലിൻ്റെ കീഴിലാണ് കയറിയിട്ടിരിക്കുന്നത്. കാറ്റൊക്കെ വന്ന് ഓക്കെ. അപ്പം നിങ്ങൾക്ക് എന്നെപ്പറ്റി അറിയാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ എനിക്ക് കമൻറ്റായിട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ട് എല്ലാ വീക്കിലും നമുക്ക് നിങ്ങൾ ചോദിക്കുന്ന പുല്ല് കിളി സമ്മതിക്കത്തില്ല, നിർത്തി തോന്നും. അപ്പം നിങ്ങൾക്ക് അറിയാനുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി ഒന്ന് മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനുള്ള ആൻസേഴ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഓരോ വീക്കിലും നമുക്ക് എന്നെപ്പറ്റിയുള്ള ഓക്കെ. അപ്പോൾ നിങ്ങൾ ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ ഈ ഫോണിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനൊക്കെ നമുക്ക് റിപ്ലൈ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ള കാര്യം, എനിക്ക് സാധാരണ നമ്മൾ കുറേ കമൻറ്റ്സ് വിടുന്നത് സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദു ആണോ മുസ്ലിം ആണോ ഇതിൻ്റെ കാസ്റ്റ് ഏതാണെന്നൊക്കെയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ ഈ കാസ്റ്റിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ എനിക്ക് എന്നോട് അങ്ങനെ ഒരു വിശ്വാസമൊന്നുമില്ല കാസ്റ്റിനോട്. സോ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാസ്റ്റായിട്ട് അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഓക്കെ, ഞാൻ പേഴ്സണലി ഞാൻ അങ്ങനെ ഒരു കാസ്റ്റിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ പേരൻസിൻ്റെ കാര്യം ചോദിക്കുന്നവർക്ക്, എൻ്റെ പപ്പയും അമ്മയും ലവ് മാരേജ് ആയിരുന്നു, എൻ്റെ കാസ്റ്റ് മാരേജ് ആയിരുന്നു. സോ മമ്മി ഹിന്ദുവും പപ്പ മുസ്ലിമും ആയിരുന്നു. ഓക്കെ, എന്നിട്ട് അവരെന്നെ അങ്ങനെ ഒന്നിലും ഫോഴ്സ് ചെയ്തിട്ടില്ല, ഇന്ന കാസ്റ്റിൽ നീ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്നെ ഒന്നിലും ഫോഴ്സ് ആക്കിയിട്ടില്ല. സോ എനിക്ക് അങ്ങനെ കാസ്റ്റിനോട് വലിയ ഇൻട്രസ്റ്റ് എനിക്കില്ല, പേഴ്സണലി ഇല്ല. സോ അങ്ങനത്തെ ഒരു കാസ്റ്റിൻ്റെ കാര്യത്തിൽ ഞാനങ്ങനെ വലുതായിട്ട് വിശ്വസിക്കാറില്ല. പിന്നെ ഞാൻ പള്ളിയിൽ പോകാറുണ്ട്, അമ്പലത്തിൽ പോകാറുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ദൈവത്തിലൊക്കെ ഒരു വിശ്വാസമുണ്ട്. പക്ഷേ കാസ്റ്റിനോട് എനിക്ക് അത്ര ട്രസ്റ്റോ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആ കാസ്റ്റിനായിരുന്നു അങ്ങനെ എടുത്ത് പറയാത്തത്. ഓക്കെ, ഇനിയെങ്കിലും ചോദിക്കത്തില്ല എന്ന് വിചാരിക്കുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഭയങ്കര ചൂടാറിയിരിക്കാൻ. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഓണാക്കി വെച്ചേക്കുക, പിന്നിട്ട് കുത്തുക. ലോക്ക് ആയിക്കട്ടെ. ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് മേടിച്ചൊരു സാധനമാണ് ഈ ഇരിക്കുന്ന ഐഫോൺ. പക്ഷേ ഇതിനകത്ത് സ്പേസ് ഒട്ടും നിൽക്കുന്നതേ ഇല്ല. എനിക്കറിയത്തില്ല. ഞാൻ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത് എപ്പോഴാണ് സ്പേസ് തീർന്നിട്ട് ഓഫായി പോകാമെന്ന് എനിക്കറിയില്ല. ഓക്കെ, വാട്ടവർ, നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഞാനിങ്ങനെ പേടിച്ചായിരിക്കാം ഇത് എപ്പോഴാണ് ഓഫ് ആവുന്നതെന്ന് വെച്ചിട്ട്, കാരണം ഒട്ടും സ്പേസ് കിട്ടുന്നേ ഇല്ല. ക്യാമറ കാര്യത്തിലൊക്കെ ഇത് കൊള്ളാം, ഫോൺ കൊള്ളാം, നല്ല സെറ്റാണ്. പക്ഷെ അല്ലാണ്ട് ബാറ്ററി ചാർജിൻ്റെ കാര്യത്തിലും അതുപോലെ സ്പേസിൻ്റെ കാര്യത്തിലും ഭയങ്കര ശോകമാണ് ഫോൺ. ഇതെന്താ വരാത്തേ? ഓക്കെ, കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ക്യാൻ വി ബി ബെസ്റ്റീസ്? ബെസ്റ്റി എനിക്ക് ഒട്ടും ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ ബെസ്റ്റ് കളി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ റിലേഷനാണെങ്കിൽ റിലേഷനായിട്ട് പോകണം. റിലേഷൻ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഓക്കെയാണ്. റിലേഷൻ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു മൈൻഡിൽ പോകണം. ഈ ബെസ്റ്റീസിനോട് എനിക്ക് അത്ര താല്പര്യമില്ല. പണ്ടത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറയാനൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോഴത്തെ ബെസ്റ്റ് എന്ന് പറയുന്നത് ഞാനെന്തോ ആ ഒരു കോൺസെപ്റ്റിനോട് അത്ര ഓക്കെ അല്ല. എനിക്കത് അത്ര ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഈ സിറ്റുവേഷൻഷിപ്പ്, ബെസ്റ്റീസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. റിലേഷനാണെങ്കിൽ നമുക്ക് ഒരു ഇഷ്ടമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് ആ റിലേഷൻഷിപ്പിലായിട്ട് പോകണം. ഇതെന്ത് സംഭവം എനിക്കറിയത്തില്ല, എനിക്കിത് ഇഷ്ടമല്ല. ഓക്കെ, അടുത്ത, ഹു വാസ് ദ ലാസ്റ്റ് ഗേൾ യു ടെക്സ്റ്റ് ചെയ്ത ലാസ്റ്റ് ഗേൾ എന്ന് പറയുന്നത്, ഞാൻ ഈ ഡാൻസ് കളിച്ചിട്ട് ഇപ്പോൾ വീഡിയോ ഒക്കെ എടുത്തില്ലേ, അവളാന്ന് തോന്നുന്നു. അതെ, എനിക്കാണെങ്കിൽ മറ്റേ എന്താ റോസ്മേരി വാട്ടർ ഇല്ലേ, അത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളി റിസൾട്ട് ഉണ്ട്. എനിക്കാണെങ്കിൽ ഇവിടെയൊക്കെ മുടി അത്യാവശ്യം കുറവാണ്, പക്ഷേ സൂപ്പറായിട്ട് മുടിയൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവൾക്കെടുത്ത് ഇങ്ങനെ പറഞ്ഞു, അവൾ പുറത്ത് പോകാമെന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ അവളോട് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്കൂടെ ഒരെണ്ണം മേങ്ങ് എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവൾക്കാണ് തോന്നുന്നു ലാസ്റ്റ് മെസ്സേജ് അയച്ചത്. ക്യാൻ യു പ്ലീസ് ഷോ യുവർ വാട്സപ്പ് ചാറ്റ് ലിസ്റ്റ്. ഞാൻ പറഞ്ഞില്ലായിരുന്നു സ്പേസ് കുറവാന്ന്, ഫോൺ ഇടയ്ക്ക് വെച്ച് സ്പേസ് ഇല്ലെന്ന് പറഞ്ഞ് എഴുതി കാണിച്ചു. പിന്നെ ഞാൻ പറ്റുന്ന കുറേ ആപ്സൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഇപ്പോൾ വീണ്ടും വീഡിയോ എടുക്കുക. ഭയങ്കര ശോകമാണ് ഇങ്ങനെ. ഓക്കെ, ക്യാൻ യു പ്ലീസ് ഷോ യുവർ വാട്സപ്പ് ചാറ്റ് ലിസ്റ്റ്. എൻ്റെ വാട്സപ്പിൽ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇല്ല, പ്രത്യേകിച്ച് അങ്ങനെ കാണാനായിട്ടൊന്നും ഇല്ല. എന്താ കുറേ അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങനെ ഒന്നും ഇല്ല. എല്ലാവരും മെസ്സേജ് അയക്കാൻ തന്നെയാണ് വാട്സപ്പ് യൂസ് ചെയ്യുന്നത്, പക്ഷെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ ഇവിടെ കൊടുത്തേക്കാം എന്തായാലും. ചേച്ചിക്ക് ലൈഫിൽ കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയാൻ, ഓക്കെ, എനിക്കങ്ങനെ കിട്ടിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് പപ്പീസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഇപ്പോൾ ഈ സ്ട്രീറ്റിലൊക്കെ ആണെങ്കിലും ഈ പട്ടികളൊക്കെ ഇല്ലേ, എനിക്കതിനെ ഭയങ്കര കാര്യം. എനിക്കിങ്ങനെ ഞാൻ ഫുഡൊക്കെ മേടിച്ച് കൊടുക്കും. എനിക്ക് മനുഷ്യരെ എനിക്ക് അത്ര ഇഷ്ടമില്ല, പക്ഷേ ഇങ്ങനെ ഡോഗ്സിനെ എനിക്ക് വേറൊന്നും ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഈ ക്യാറ്റ്സിനോടൊന്നും എനിക്ക് അത്ര ഇഷ്ടമില്ല, പക്ഷേ ഡോഗ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് ഇത്രയും ഇഷ്ടമുള്ള സംഭവം എനിക്ക് വരില്ല. അതെന്താ വെച്ചാൽ എനിക്കറിയില്ല. ഞാനിങ്ങനെ അവിടെ ഇവിടെയൊക്കെ റോഡിലൊക്കെ തന്നെ ആണെങ്കിൽ ഇങ്ങനെ ഓരോ പട്ടിയൊക്കെ കിടക്കുന്ന കാണുമ്പോഴത്തേനും ഞാനിങ്ങനെ ഫ്രണ്ട്സ് കണ്ടേ പറയും, നമുക്ക് അവർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാമെന്ന് പറയാം. അപ്പോൾ അവർ പറയും, നിനക്ക് എന്നെ ഈ പ്രാന്താണെന്ന് ചോദിക്കും. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഭയങ്കര ആഗ്രഹിച്ചിരുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ എപ്പോഴും പറയുമായിരുന്നു, ഞാൻ സിംഗിൾ ചൈൽഡാണ്, ഞാൻ ഒറ്റമോൾ. അപ്പോൾ ഞാൻ വീട്ടിലെപ്പോഴും പറയുമായിരുന്നു, എനിക്കൊരു പപ്പീനെ വേണം എന്ന് പറയും. അപ്പോൾ എൻ്റെ വീട്ടിലത്ര അമ്മയാണെങ്കിൽ പപ്പീനെയൊന്നും തൊടത്തില്ല. അപ്പോൾ അവരിങ്ങനെ പറയും, അമ്മയൊക്കെ പറയും, വേണ്ട ഇവിടെ പപ്പിയൊന്നും വേണ്ടെന്നൊക്കെ പറയുമായിരുന്നു. അങ്ങനെ ഞാൻ കുറേ നാൾ കാത്തിരുന്ന് കഴിഞ്ഞ ഇയർ ആയപ്പോഴത്തേനും ഇതേക്കൂട്ട് പപ്പ ഇങ്ങനെ റോഡിൽ വെച്ചിട്ട് ഇങ്ങനെ 2 പപ്പീനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെ കണ്ടിട്ട് പപ്പ എന്തെന്ന് പറഞ്ഞ് ഇങ്ങനെ റോഡിൽ ഇന്നടത്ത് 2 പപ്പി അടപ്പിട്ട് നല്ല രസമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്നെ കൊണ്ട് കാണിക്കാമെന്നൊക്കെ പറഞ്ഞു. എന്നെ കൊണ്ട് കാണിച്ചപ്പോഴത്തേനും എനിക്ക് ഓൾറെഡി ഇതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചെന്ന് എടുത്തപ്പോഴത്തേനും ഒരു പപ്പി എൻ്റെ അടുത്തുനിന്ന് പോണേ ഇല്ല. അത് 2 പപ്പി ഉണ്ടായിരുന്നു. ഞാൻ ഒരെണ്ണത്തിന് എടുത്തപ്പോഴത്തേനും അത് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് താഴെ വെക്കാൻ നേരത്ത് അത് എൻ്റെ അടുത്തുനിന്ന് പോകുന്നേ ഇല്ല. അതിങ്ങനെ എൻ്റെ അടുത്തായിട്ട് തന്നെ ഇങ്ങനെ വീണ്ടും വരും. എനിക്കാണ് അതിനെ കളഞ്ഞിട്ട് വരാനും വരാം. അങ്ങനെ ഞാൻ ഭയങ്കര ഷോക്കായിട്ട് ഞാൻ കണ്ണൊക്കെ നിറച്ച്, ഞാൻ കരഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പപ്പ എനിക്കത് സഹായിച്ചു. ഓക്കെ, അങ്ങനെ ഞാൻ കരഞ്ഞ് അപ്പോൾ തന്നെ പിന്നെ പപ്പ പറഞ്ഞ് ശരി മേടിച്ചിരാന്ന് പറഞ്ഞ് എനിക്ക് അതിനെ മേടിച്ചത്. അതാണ് എൻ്റെ ടോബി മോൻ. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീഡിയോസിനകത്തൊക്കെ അവൻ വരാറുണ്ട്. ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യത്തില്ലേ, അതാണ് അവൻ. എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് ടോബിനെ കിട്ടിയത്. എനിക്ക് പപ്പീസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കറിയില്ല എന്താണെന്ന്. ഞാൻ ഇങ്ങനെ എനിക്ക് മനുഷ്യരെനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് അത്ര ഇതൊന്നുമില്ല. പക്ഷെ പപ്പീസ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഒരിക്കലും അതിൻ്റെ അടുത്തൊന്നും ദേഷ്യം തോന്നത്തില്ല. എനിക്കതിനെ ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമുള്ള ഞാനാണ്. പക്ഷേ ഇവൻ കറന്നു കഴിഞ്ഞാൽ ഞാൻ ആ ഉറക്കമൊക്കെ കളഞ്ഞിട്ട് ഇവനെ നോക്കാനായിട്ട് എനിക്ക് പോകും. അങ്ങനത്തെ ഒരു സ്വഭാവം. അപ്പോൾ ഇവനെ കിട്ടിയതാണ് ഭയങ്കര കാര്യം. പിന്നെ ഐഫോൺ ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് മേടിച്ച സാധനം. എനിക്ക് ചെറുതിലോട്ടെ ഭയങ്കര ആഗ്രഹമായി ഐഫോൺ ഇങ്ങനെ മേടിക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഇയറാന്ന് തോന്നുന്നു ഞാൻ സ്വന്തമായിട്ട് ഏൺ ചെയ്ത് എനിക്ക് ഐഫോൺ മേടിച്ചു. ആ ഫോണാണ് ഈ ഫോൺ. അങ്ങനെ ഈ ഫോൺ എടുത്തതും എനിക്ക് വലിയ കാര്യം. എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം. ഇതാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ്. ഏറ്റവും വലിയ സന്തോഷമുള്ള സാധനം ടോബിക്കുട്ടനാണ്. ഓക്കെ, അവനെ ഞാൻ കാണിച്ചു തരാം. അവൻ ഇപ്പോൾ ഉറങ്ങുവാന്ന് തോന്നുന്നു. ഇപ്പം ഞാൻ എടുക്കാൻ പോയി കഴിഞ്ഞാൽ അവനെ കടിച്ചു പറിക്കും. കുറച്ച് കഴിയുമ്പോൾ എടുത്ത് കാണിച്ചു തരാം. ഫേവറേറ്റ് സോങ്, എനിക്ക് ഒരുപാട് സോങ്സ് ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സോങ് ഉണ്ട്, അത് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. അതെന്ന് വെച്ചാൽ ആ സോങ്ങിനോട് എത്ര ഇഷ്ടമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാനതിങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലെ ഇമോഷൻസ് എല്ലാം പുറത്ത് വരുന്ന ഒരു സോങ്ങാണ് അത്. നമ്മളുടെ ഉള്ളിലൊക്കെ കുറേ ഇമോഷൻസ് കാണുമല്ലോ, നമുക്കതിൽ വിഷമവും സങ്കടവും അങ്ങനെ എന്തൊക്കെ കാണില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ എനിക്ക് ഉള്ളിൽ, ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുമ്പോഴും ഞാൻ കേൾക്കുന്ന ഒരു സോങ്ങാണ്. ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴും ഞാൻ കേൾക്കുന്ന ഒരു സോങ്ങാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടം. റീൽസ് കണ്ട് തൊട്ട് എന്തോ എനിക്ക് അറിഞ്ഞൂടാ സംതിങ്. പിന്നെ ഒരു തോന്നൽ, താൻ വേണം, താനില്ലാതെ പറ്റില്ല എന്നൊക്കെ. യു ആർ സോ സുന്ദരി വിത്ത് ലവ് യുവേഴ്സ് എ. ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് ആരാണ് ഈ മെസ്സേജ് അയച്ചത് നമുക്ക് അറിയാൻ പറ്റില്ല. പേരും കൂടെ അയക്കും, നമുക്ക് ആരാണ് നോക്കണ്ടേ. എനിക്ക് ഇങ്ങനെ ക്രഷ് കൊള്ളാം, കുറച്ച് ക്രിഞ്ചായിട്ടുണ്ടെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. ഹു ഇസ് ദ ലാസ്റ്റ് പേഴ്സൺ യു ടെക്സ്റ്റഡ്? ലാസ്റ്റ് മെസ്സേജ് അയച്ചത് അമ്മേനോടാന്ന് തോന്നുന്നു. അമ്മേൻ്റെ അടുത്ത് ഞാൻ ഇവൻ ടോബി കിടന്ന് ഉറങ്ങുന്ന ഒരു ഫോട്ടോ എടുത്ത് അമ്മയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാന്ന് തോന്നുന്നു ലാസ്റ്റ് ഞാൻ മെസ്സേജ് അയച്ചത്. ചേച്ചി ഇതാണ് നെയിൽസ് കണ്ടേ. ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഇതാണെങ്കിൽ സംഭവം പൊട്ടിപ്പോയി, ഒരു വിരലിൽ പൊട്ടിപ്പോയി. അപ്പോഴത്തേന് പിന്നെ ഞാൻ മൊത്തവും ഷോർട്ടാക്കി. എന്ന് വെച്ചാൽ അതൊരുമാതിരി ഇരിക്കുന്നുണ്ട്. ഒരെണ്ണത്തിൽ മാത്രം വളഞ്ഞ്, എന്നിട്ട് ബാക്കിയൊക്കെ
അല്ല ഒരെണ്ണത്തിൽ പൊട്ടിപ്പോയിട്ട് ബാക്കിയൊക്കെ വളർന്ന് നടക്കുമ്പോൾ ഒരുമാതിരി ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഷോർട്ടാക്കി ഇത്രയേ ഉള്ളൂ. പിന്നെ കുറേ കമൻറ്റ്സ് ഉണ്ടത് ഈ നെയിൽസ് എങ്ങനെ കെയർ ചെയ്യുന്നത്, അതെങ്ങനെ വളർത്തുന്നതെന്നൊക്കെ. ഇതൊക്കെ നോർമലായിട്ട് എല്ലാവർക്കും വളരുന്ന സംഭവമല്ലേ നെയിൽസ്. എനിക്ക് അങ്ങനെ അറിയത്തുള്ളൂ. ഞാനിത് പ്രത്യേകിച്ച് കെയർ ഒന്നും ആക്കാറില്ല. അപ്പോൾ നിങ്ങളറിയാം പിന്നെ ഇവളെന്താണ്ടൊക്കെ കാണിച്ചിട്ട് ഇവിടെ വന്നിരുന്നിട്ട് അയ്യോ ഞാൻ കെയർ ആക്കാറില്ല അങ്ങനെയൊക്കെയാണ്. പക്ഷേ അല്ല, ഞാൻ സീരിയസ്ലി നെയിൽസ് ഒന്നും എനിക്ക് അങ്ങനെ കെയർ ആക്കാനൊന്നും അറിയത്തില്ല. ഞാനിങ്ങനെ ഒന്നും ആക്കുന്നില്ല, താനേ വളരുന്നു പോകുന്നു, അത്രയേ ഉള്ളൂ എനിക്ക്. അടുത്ത വിച്ച് ക്ലാസ് സ്റ്റഡി ചേച്ചി. ഓക്കെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കണേന്നാ? ഓക്കെ, ഞാൻ ഇപ്പോൾ നഴ്സിംഗ് ആണ്, അതാണ് പഠിക്കുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നീ റിപ്ലൈ തന്നതിൽ. ഞാൻ ഉറപ്പായിട്ടും കാണാൻ വരും. നിൻ്റെ ചിരി എനിക്ക് എൻ്റെ പല്ല് എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ഒട്ടും കണ്ടുകൂടാ. എൻ്റെ പൊന്നോ എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ കയറി ഇറങ്ങിയിട്ടിരിക്കുന്ന ഒരു പല്ല് എനിക്ക് ഇഷ്ടമല്ല. എനിക്കിങ്ങനെ ഭയങ്കര നേർന്നിട്ടിരിക്കത്തില്ല, അങ്ങനത്തെ പല്ലാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം. ഇത് എടുമാരിയിലൊക്കെ ഒന്നര അവിടെ ഇവിടെ കയറിയിട്ട് എനിക്ക് ചിരിക്കാനേ ഇഷ്ടമല്ല മാങ്ങാത്തത്. ഓക്കെ, നിൻ്റെ ചിരി റീൽസിൽ അത് എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം സന്തോഷം ഉണ്ടാക്കുമെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റൂല. എൻ്റെ മോനെ ഇതൊക്കെ എങ്ങനെ പറ്റുന്നു ഇതൊക്കെ എനിക്ക് നയിക്കാൻ? ഓക്കെ, ആ സ്മൈൽ എന്നും കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വിത്ത് വൺസ് അഗൈൻ യുവേഴ്സ് ആദി. ആദിയോ ആരെന്താ ആദി? എനിക്കങ്ങനെ ആദ്യം അറിയത്തില്ലല്ലോ താരാ. ഓക്കെ, പോട്ടെ. എന്തായാലും പറഞ്ഞ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഈ പല്ലിൻ്റെ ഒരു ചിരി അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. അയ്യോ അങ്ങനെയല്ല, എനിക്ക് എൻ്റെ പല്ല് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ഇഷ്ടമല്ല പല്ല്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുമ്പം വാട്ട്സ് യുവർ ഏജ്? എൻ്റെ ഇപ്പോൾ കറണ്ട് ഏജ് നിങ്ങൾ ഗസ് ചെയ്യും, എത്ര ഉണ്ടെന്ന് നിങ്ങൾ ഗസ് ചെയ്യും. അപ്പോൾ ഞാൻ കറക്റ്റാണെന്നുണ്ടെങ്കിൽ കറക്റ്റാണെന്നുണ്ടെങ്കിൽ നാക്ക് വഴിയും. ഓക്കെ, കറക്റ്റാണെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ അതിന് റിപ്ലൈ തരാം. വാട്ട്സ് യുവർ ഫേവറേറ്റ് ഷോ വെൻ യു വെർ എ കിഡായിരുന്നപ്പോൾ ഞാൻ അങ്ങനെ കാർട്ടൂൺസ് അധികം അങ്ങനെ കാണത്തില്ല. എനിക്ക് കണ്ടുകൂടാ. ഡോറ ബുജിന് എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു, അവളുടെ മാങ്ങാത്തൂലിയൊക്കെ എനിക്കത് ഇഷ്ടമല്ല. ഡോറ ബുജി എനിക്ക് കിഡായിരുന്നപ്പം നാഗകന്യക എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നല്ലോ, ഒരു സീരിയൽ. എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിലിങ്ങനെ പാമ്പാവുന്നതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ ഞാൻ അതായിരുന്നു കൂടുതലും കാണേണ്ട ഷോ ഏതായിരുന്നു. ദ വേഴ്സ്റ്റ് അഡ്വൈസ് യു ഹാവ് എവർ ഗീവൺ? ഞാൻ ഒരാൾക്ക് കൊടുത്തതിൽ വേഴ്സ്റ്റ് ആയിട്ട് അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ വേഴ്സ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിങ്ങനെ ഇപ്പോൾ ഓരോ വിഷമമൊക്കെ പറയുമ്പോഴേക്കും അല്ലെങ്കിൽ ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവളിങ്ങനെ വന്നിട്ട് അവളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു കാര്യം എൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്ന് പറഞ്ഞപ്പോൾ അവളെ ഇങ്ങനെ ചീറ്റാക്കി, അതാണ് സംഭവം. പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഇവളുടെ വിഷമമൊക്കെ കണ്ട് ഞാൻ ഇവളോട് പറഞ്ഞു ഒരു ചാൻസും കൂടെ നീ കൊടുക്ക്, സീനൊന്നും ഇല്ല, നീ ചാൻസ് കൂടെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഇവളോട് ഞാൻ കുറേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവളതൊക്കെ മൈൻഡിൽ വെച്ചിട്ട് വീണ്ടും അങ്ങനെ ഒരു ചാൻസ് കൊടുത്ത അവസാനം അത് ലാസ്റ്റ് പിന്നെ അത് ഭയങ്കര പ്രശ്നമായി. അപ്പോൾ എനിക്കത് ഭയങ്കര റിഗ്രറ്റ് ഉണ്ട്, ഞാൻ അവളുടെ ഒരു ഹാപ്പിനെസ് നോക്കിയിട്ടാണ് നീ ഒരാവണെ കൂടെ ചാൻസ് കൊടുക്കുകയെന്ന് പറഞ്ഞത്. പക്ഷേ എനിക്കതിൽ നിന്ന് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺസ് ഒരാൾ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ പിന്നെ ഒരു ചാൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ചീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു അബദ്ധം വരുന്ന കാര്യമല്ല. അത് അവർ സെലക്ട് ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മളിപ്പോൾ അത് ചെയ്യണമെന്ന് അവർക്ക് ബോധം ഉണ്ടായിട്ട് അവർ കാണിക്കുന്ന ഒരു കാര്യമാണ് ചീറ്റിങ്. സോ ഞാൻ അവളുടെ അടുത്ത് അത് ഒരു ചാൻസ് കൂടെ കൊടുക്കുമെന്ന് പറഞ്ഞത് ഞാനിപ്പോൾ ആലോചിക്കുന്നുണ്ട്. ഞാൻ ഇത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അവളോട് അത് പറയണ്ടായിരുന്നു. പക്ഷെ അവൾ ചെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം വൺസ് അവരോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് അവർക്ക് ആ ഒരു ചാൻസ് കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളവിടെ ഉണ്ട് അറിഞ്ഞിട്ട് അടക്കം അവരങ്ങനെ ചീറ്റ് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അവരെ മറന്നു കളയുക, അത് തന്നെ ഉള്ളൂ. ഞാൻ അവൾക്ക് കൊടുത്തൊരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു അഡ്വൈസ് ആയിട്ടാണ് എനിക്കത് തോന്നിയത്, ഒരു ചാൻസ് കൊടുക്കാൻ പറഞ്ഞത്. ഒരാൾ അവർ ചീറ്റ് ചെയ്തോ അവരവരുടെ ലൈഫിൽ അത് വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളിങ്ങനെ അത് ഇനി അവർ നേരെയാവോ എന്നുള്ളൊരു മൈൻഡിൽ നമ്മൾ നിൽക്കാന്നുണ്ടെങ്കിൽ അത് നമ്മളാണ് പൊട്ടരാവുന്നത്. പിന്നെ അവരത് കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ. ഫേവറേറ്റ് കാർട്ടൂൺ ഓഗി ആൻഡ് ദി കോക്രോച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ 3 മറ്റുള്ള സാധനങ്ങളെ ഓഗീന്. ചേച്ചി ഒരു ഉമ്മ തരയോ ഫാൻ ബോയ്? പടാ മമ്മി വായിക്കും അറിയും. ഹേ ഗേൾ ആർ യു കമ്മിറ്റഡ്? എന്താ തോന്നുന്നു? ഓക്കെ, ഞാൻ കമ്മിറ്റഡ് ഒന്നുമല്ല. എനിക്കങ്ങനെ അതിനോട് താല്പര്യമില്ല. ഇപ്പോൾ കമ്മിറ്റഡ് ഒന്നുമല്ല ഗൈസ്, ഞാൻ സിംഗിളാണ്. ഇനി വീട്ടുകാർ പറയുന്ന ഒരാളെ നോക്കുക, കെട്ടണം, സുഖമായിട്ട് ജീവിക്കണം, അതേ ഉള്ളൂ.
ഓക്കെ, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ഞാൻ തന്നിട്ടുണ്ട്. ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാനുള്ളത് കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാൻ ഓരോ വീക്കിലും ഇതിനൊക്കെ ആൻസറായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ലോങ് വീഡിയോ ആയിട്ട് തന്നെ വരാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്നെപ്പറ്റി അറിയാനുള്ളതിൻ്റെയൊക്കെ നിങ്ങൾ ചോദിച്ചോ, ഇതിൻ്റെയൊക്കെ ആൻസറായിട്ട് വരാം. വെയിലടിക്കുന്നുണ്ട്, പിന്നെ ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നുണ്ട്. ഭയങ്കര ചൂട്, എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, വേർക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ളതൊക്കെ ഇട്ടോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ.